ഏറ്റവും നല്ല റെസ്പോൺസാണ് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. അത് ഓരോ വീടുകൾ കയറുന്ന സമയത്തും പ്രചരണവുമായി ബന്ധപ്പെട്ട് പോകുന്ന സമയത്തുമൊക്കെ ജനത്തെ സംബന്ധിച്ച് അവർക്കൊരു ചേഞ്ച് വേണമെന്നുള്ള ഒരു വല്ലാത്ത ഫീൽ ഉണ്ടായിരുന്നു. അപ്പോൾ അത് ബൂത്ത് ചെല്ലുമ്പോഴും നമുക്ക് കിട്ടുന്നുണ്ട്. ഇപ്പം ഞാൻ പറഞ്ഞത് ഒരു സെൽഫി എടുക്കുന്നത് പഴയ അഖിൽമാരാർ ബിഗ് ബോസ് വെച്ചതിന് ശേഷം സംഭവിക്കുന്ന കാര്യമാണ്. പക്ഷെ അവരങ്ങനല്ല. അവരുടെ ഒരു കാൻഡിഡേറ്റിനെ, അവരുടെ സ്ഥാനാർത്ഥിയെ സ്വീകരിക്കത്തക്ക ഒരു സ്നേഹത്തോട് കൂടിയിട്ടാണ് ഒരുപാട് സ്ഥലങ്ങളിൽ നിന്ന് ആൾക്കാർ നമ്മുടെ അടുത്തേക്ക് കൂടി വരുന്നത്. അപ്പം അതൊരു പ്രോബബിലിറ്റിയാണത്, അതൊരു ട്രെൻഡാണത്. ഒരു അഖിൽമാരാർ തരംഗം തൃക്കാക്കരയിൽ ഉണ്ടാകുന്നുണ്ട് എന്നുള്ളതിന്റെ ഒരു സൈലന്റ് സൂചന എല്ലായിടത്തും നമുക്ക് കിട്ടുന്നുണ്ട്. അത് മേ ബി മാധ്യമങ്ങൾക്കൊന്നും മനസ്സിലാവത്തില്ല. നിങ്ങൾ ആരും കാണാത്ത മേഖലകളിൽ നിന്നാണ് ഇത് സംഭവിക്കുന്നത്. നിങ്ങൾ കാണുന്ന മേഖലയിൽ ഇപ്പോൾ തൃക്കാക്കരയിൽ നിങ്ങൾ പോയി ചോദിക്കുന്ന എല്ലാവരും ഇവിടുത്തെ വോട്ടറാവണമെന്നില്ല. പക്ഷേ വോട്ടേഴ്സിന്റെ മേഖലകളിലേക്ക് നമ്മൾ ഇറങ്ങി ചെല്ലുമ്പം വോട്ടേഴ്സ് എന്താണ് ആഗ്രഹിക്കുന്നതെന്ന് വീടുകൾ കയറി ഇറങ്ങി ക്യാമ്പയിൻ ചെയ്തിട്ടാണ് ഞാൻ. ഒരുപക്ഷെ എന്റെ 5 കിലോ വരെ കുറഞ്ഞു. അതായത് ഞാൻ എല്ലാ ദിവസവും ഒരു 300 മുതൽ 400 വരെ വീട് കയറിയതിന് ശേഷമാണ് ഇന്നലെയും ഞാൻ അത്രയും 500-ലധികം വീടുകൾ ഇന്നലെ കയറിയിട്ടുണ്ടായിരുന്നു. ബിജെപിയിൽ ഇപ്പോൾ പല വിധത്തിലുള്ള വിവാദങ്ങൾ നടക്കുന്നു. പാലക്കാട് വോട്ടിന് നോട്ട് എന്നുള്ള വലിയ പ്രശ്നം നടക്കുന്നു. അവിടെ ആണെങ്കിൽ എ ക്ലാസ് മണ്ഡലമൊക്കെ ആയിട്ട് കരുതുന്നതാണ്. അപ്പൊ അതിനെ എങ്ങനെയാണ് കാണുന്നത്? അത് തിരിച്ചടിക്കൂ? അല്ല, അതെന്ന് വെച്ചാൽ ഒന്നാമത്തെ കാര്യം എന്താണ് നടന്നതെന്നുള്ള റിയാലിറ്റി ഇപ്പോഴും വന്നിട്ടില്ല. മാധ്യമങ്ങളിൽ വരുന്ന വാർത്തകൾ ഞാൻ ഒരു കാലത്തും സത്യമാണെന്ന് വിശ്വസിക്കുന്നതില്ല. മാധ്യമത്തെ സംബന്ധിച്ച് നിങ്ങൾക്ക് റേറ്റിംഗ് കൂട്ടാൻ സാധ്യതയുള്ള വാർത്തകൾ നിങ്ങൾ പ്രചരിപ്പിച്ചുകൊണ്ടേയിരിക്കും. സത്യം പുറത്തു വരുന്നതിന് മുമ്പേ കള്ളം 1000 പടി സഞ്ചരിക്കുമെന്ന് പറയുന്ന കണക്ക് എന്താണ് സത്യമെന്നൊക്കെ അറിഞ്ഞതിന് ശേഷം മാത്രമാണ് പ്രതികരിക്കാൻ. അത് 100% ഉണ്ട്. ഞാനിപ്പോൾ ഇന്നലെ ഫേസ്ബുക്കിൽ ഒരു പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു. ഇപ്പം ഞാൻ പ്രചരണത്തിന്റെ ഭാഗമായി പല സ്ഥലങ്ങളിലും പോകുന്നുണ്ട്. അപ്പോൾ അവിടെ ഒരുപാട് ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന നിരവധി മനുഷ്യരെ ഞാൻ കാണുന്നുണ്ട്. അപ്പോൾ എന്റെ ഒരു പഴയ രീതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ അറിയാതെ എന്നോട് വിഷമമുള്ളവരെ, ഞാനൊരു ക്ഷേത്രത്തിൽ പോയാലും എവിടെ പോയാലും എന്റെ അടുത്ത് ദുഃഖമായിട്ട് വരുന്ന ഒരാൾക്ക് പൈസ കൊടുക്കുന്ന സ്വഭാവമുള്ള ഒരാളായിരുന്നു ഞാൻ പക്ഷേ ആദ്യമായിട്ട് മത്സരിക്കുമ്പോൾ എനിക്ക് ചിന്തയില്ലല്ലോ. അപ്പോൾ ഞാൻ ഇങ്ങനെ ചെയ്യാൻ പോയപ്പോൾ എന്നോട് പറഞ്ഞു അങ്ങനെ ചെയ്ത് തിരഞ്ഞെടുപ്പാണ്, അത് ഒരിക്കലും ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞപ്പോഴത്തേക്ക് ഞാൻ പറഞ്ഞു ഈ മനുഷ്യരുടെ അവസ്ഥ കാണുമ്പോൾ നമുക്ക് ഇന്നലത്തെ ജനപ്രതിനിധിയോട് ദേഷ്യം വരുന്നത്. ഇവരെ ഇങ്ങനെ ആക്കി മാറ്റിയതാരാണ്? ശോഭാ സുരേന്ദ്രന്റെ കൂടെ പോയ ഒരാൾക്ക് ഏതെങ്കിലും ഒരാൾക്ക് പണം കൊടുത്തു എന്ന് നിങ്ങൾ പറയുന്ന വാർത്തന് സത്യമാണെങ്കിൽ ആ മനുഷ്യനെ അങ്ങനെ അവസ്ഥ ഈ ഗതികെട്ട് തെണ്ടുന്ന അവസ്ഥയിലേക്ക് എത്തിച്ചതാരാണ്? അത് ഇന്നലകളിൽ ഇവിടെ ഭരിച്ചവരല്ലേ? ഈ ഇടതുപക്ഷവും വലതുപക്ഷവും മനുഷ്യരെ മുഴുവൻ ഈ അവസ്ഥയിലാക്കി കഴിഞ്ഞപ്പോൾ അവർ മാറ്റം ആഗ്രഹിക്കുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് ഈ ഒരു കാര്യത്തിന്റെ സത്യാവസ്ഥ പുറത്തു വരട്ടെ. പക്ഷെ നിരവധി മനുഷ്യരുടെ അവശതകളിൽ പെട്ടുകിടക്കുന്നുണ്ട്, അസുഖങ്ങളിൽ പെട്ടുകിടക്കുന്നുണ്ട്, ആരും നോക്കാനില്ലാതെ പെട്ടുകിടക്കുന്നുണ്ട്. അവരൊക്കെ ആരെങ്കിലുമൊക്കെ ആശ്രയിക്കാൻ വേണ്ടിയിട്ട് അവർ ആഗ്രഹിക്കുന്നുണ്ട്. ജാഗ്രത പുലർത്തേണ്ടതായിരുന്നില്ലേ? അല്ല, തീർച്ചയായിട്ടും. പക്ഷെ ഞാൻ പറയുന്നത് നമ്മളൊരു 50 പേര് പ്രചരണത്തിന് പോയാൽ അതിൽ ഒരാൾ ചിലപ്പം ഒരു സഹായം എന്ന രീതിയിൽ ഇങ്ങനൊരു കാര്യം ചെയ്യില്ല, നമുക്കറിയത്തില്ല. ഇനി എന്നെ ദ്രോഹിക്കാൻ വേണ്ടി ഒരാൾ എന്റെ കൂടെ വന്നപ്പോൾ എനിക്ക് ഇവിടുത്തെ തൃക്കാക്കരയിലെ എല്ലാ ബിജെപിക്കാരെയും എനിക്കറിയില്ല, എല്ലാ 2020-കാരെയും എനിക്കറിയില്ല. ആരെങ്കിലും ഒരാൾ എന്നെ ദ്രോഹിക്കണമെന്ന ഉദ്ദേശത്തോടെ മറ്റൊരുത്തിന്റെ കയ്യിൽ നിന്ന് കാശും പിടിച്ചിട്ട് ഇങ്ങനെ ചെയ്യാം. ഇത് സ്ഥാനാർത്ഥി ചെയ്തോ ഇല്ലയോ എന്നുള്ളതാണ്. ശോഭാ സുരേന്ദ്രൻ ചെയ്ത് ഞാൻ കണ്ടില്ല. കൂടെ പോയ ഒരാൾ അങ്ങനെ ചെയ്തു എന്ന് നിങ്ങൾ പറയുന്നു. ആ പറയുന്ന കാര്യത്തിനകത്ത് എന്താണ് വസ്തുത, എന്തടിസ്ഥാനത്തിലാണെന്നുള്ള സത്യം തിരക്കട്ടെ എന്ന് മാത്രമേ ആ വിഷയത്തിൽ പറയാനുള്ളൂ. ഇപ്പോൾ തൃക്കാക്കരയിൽ അഖിൽമാരാർ തരംഗമുണ്ടെന്നാണ് പറയുന്നത്. മാത്രമല്ല 500 വീട് കയറി 5 കിലോ കുറഞ്ഞെന്നും അഖിൽമാരാർ പറയുന്നുണ്ട്. ഇതിനൊക്കെ ശേഷം ഒരു ഇമ്പാക്ട് ഉണ്ടാകും ഇലക്ഷന് റിസൾട്ട് വരുമ്പോഴെന്നാണ് അഖിൽമാരാരുടെ പ്രതീക്ഷ. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.